ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ടു ഈസി ഫുഡ്സ്. ഇന്ന് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഒരു സിമ്പിൾ ചേരുവ ചേർത്ത് അതിൻ്റെ മസാല ക്രിസ്പി ആയിട്ട് കോട്ട് ചെയ്ത് പിടിക്കുന്ന രീതിയിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടെ പ്രസ് ചെയ്യണം. 250 ഗ്രാം ചിക്കൻ അല്പം വിനാഗിരിയും ഉപ്പും ചേർത്ത വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ച് ഡ്രെയിൻ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ചിക്കൻ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചത് 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, സാദാ മുളക് പൊടി ചേർക്കാം, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യമായ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 മുട്ടയുടെ വെള്ള, മഞ്ഞ ചേർക്കേണ്ട, വെള്ള മാത്രം ചേർത്താൽ മതി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത മസാല ചിക്കനിൽ കുറഞ്ഞത് അരമണിക്കൂർ, കൂടിയത് ഒരു 2 മണിക്കൂറെങ്കിലും പുരട്ടി വെക്കണം. രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ചിക്കൻ പീസസിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടാവും. ഇത് നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഒരുപാട് മൊരിഞ്ഞു പോകരുത്, ഒരു മീഡിയം രീതിയിൽ മൊരിച്ചിട്ട് വേണം എടുക്കാൻ. കാരണം നമ്മൾ പിന്നീട് വീണ്ടും ഒന്ന് മസാലയിലിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈ ആയി പോവാണ്ട് സൂക്ഷിക്കണം. ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി അജിനോമോട്ടോ, സോയ സോസ്, കളർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. എന്നാൽ തന്നെ നല്ല ടേസ്റ്റിലും കളറിലും നമുക്കിത് കിട്ടും. പിന്നെ നമ്മുടെ നാടൻ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ശുദ്ധമായ നമ്മുടെ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്ത് കോരാൻ ശ്രമിക്കുക. എന്നാലേ അതിൻ്റെ ശരിയായുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിൽ നിന്ന് കുറച്ച് എണ്ണ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. നമുക്കിനി വഴറ്റാനുള്ള എണ്ണ മാത്രം മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും നമ്മൾ മസാല പുരട്ടി വെച്ച മസാല ഉണ്ടല്ലോ, അതാരും കളയരുത്, അത് മാറ്റി വെക്കണം. അതും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് മൊരിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ സിമ്പിൾ ചേരുവ എന്ന് പറയുന്ന അരിപ്പൊടിയാണ്. അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൊരിപ്പിച്ചെടുക്കണം. നാരങ്ങൻ്റെ പുളിപ്പ് ഇഷ്ടമുള്ളവർക്ക് അല്പം നാരങ്ങ നീര് ചേർക്കാൻ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട. ഇത് നന്നായിട്ട് ഇതുപോലെ പൊടിയായിട്ട് മൊരിപ്പിച്ചെടുക്കുക. കറിവേപ്പിലയും കൂടെ ചേർക്കുക. നന്നായി മൊരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചിക്കനിലേക്ക് ഈ മസാല കോട്ട് ചെയ്ത് പിടിക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ ചിക്കൻ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആ മസാല കഴിക്കുന്നതാണ്. നല്ലൊരു ഫ്ലേവറാണ് അതിന് കിട്ടുക. ഇതിലേക്ക് നമുക്ക് ഇനി ഗാർണിഷിന് വേണ്ടിയിട്ട് ഗ്രീൻ ചില്ലി ചേർക്കാം, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം, മല്ലിയില ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എല്ലാവരും ഈ സിമ്പിൾ ചിക്കൻ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സിമ്പിൾ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. തുടർന്നും എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക. ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടെ പ്രസ് ചെയ്യാനും. മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.